നാട്ടികയുടെ മണ്ണ് കനത്ത പോരാട്ടത്തിലാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി സുനിൽ ലാലൂരും കൂടെ രംഗത്തെത്തുമ്പോൾ നാട്ടികയുടെ മണ്ണ് വീറും വാശിയുമാകും. സുനിൽ ലാലൂരിനെ കുറിച്ച് പ്രത്യേകിച്ച് നാട്ടികക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സുപരിചിതമായ വ്യക്തിത്വമാണ്. ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട്, സ്ഥാനമാനങ്ങളൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതിൽ ഉപരിയായി ഒരു സഹോദരനാണ് നാട്ടികയുടെ. ഈ ഒരു വാക്ക് തന്നെയല്ലേ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഊർജ്ജം കിട്ടുന്നത്? 100%. ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു സ്ഥാനലബ്ധി എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനായി കടന്നു വന്നതാണ്. ഒരു KSUക്കാരനായി തുടങ്ങി ഇപ്പോൾ 2ാം തവണയാണ് നാട്ടികയിൽ വീണ്ടും മത്സരിക്കുന്നത്. 5 വർഷം ഈ നാട്ടികയ്ക്കൊപ്പം ഉണ്ടായി എന്ന് പറയാൻ, ആത്മവിശ്വാസത്തോട് പറയാൻ എനിക്ക് സാധിക്കും. കാരണം ഒരു 1800 ദിവസം നമ്മളൊരു 5 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ 1400 ദിവസമെങ്കിലും ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് നിലവിലുള്ള MLAയ്ക്കും ഇവിടെ മുൻ MLAയ്ക്കും ഒക്കെ അത് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് എനിക്ക് പറയാൻ കഴിയാവുന്നത്, നമ്മളെ നാട്ടിക സ്മാർട്ടാക്കണം. സ്മാർട്ടാക്കാതെ നാട്ടിക മുന്നോട്ട് പോകില്ല. അപ്പോൾ സ്മാർട്ട് നാട്ടികയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കുറച്ച് ബസ് സ്റ്റോപ്പുകൾ വന്നു, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചില വികസനങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് വലിയ വികസനങ്ങൾ മനസ്സിലുണ്ട്. നമുക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ 100 വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഓരോ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെ പ്രയാസം നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ആളുകളും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളത്. നാട് കടുത്ത പ്രതിസന്ധിയാണപ്പോൾ. സാമ്പത്തിക ഞെരുക്കുമെന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലാണ് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം ഒരിക്കൽ എനിക്ക് തരാണെങ്കിൽ ഞാൻ 100% ആത്മാർത്ഥതയോടുകൂടി ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കൊപ്പം, അതിന് ജാതിയില്ല, മതമില്ല, മറ്റു വിശ്വാസങ്ങളില്ല, വേറെ ഒരു വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട് മതേതര നാടാണ്, ഒരു സാംസ്കാരിക നാടാണ്, ഇതിന് നല്ലൊരു മണ്ണാണ്. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നാട്ടിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ മനോഹരമായൊരു ചിത്രം ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുണ്ടായത് നാട്ടികയിൽ നിന്നാണ്. രാമു കാര്യാട്ടൻ്റെ പ്രധാന സ്ഥലമാണ് നാട്ടിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള, പൗരാണികത്വമുള്ള, അല്ലെങ്കിൽ പുരോഗമനപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു പ്രദേശത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അധികാരത്തിൻ്റെ പേരിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്ത മൂല്യങ്ങൾ പോലും പലപ്പോഴായി അവർ തന്നെ വഴിയിലിട്ട് പോകുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നു. പക്ഷെ എനിക്ക് ഉറച്ച് പറയാൻ കഴിയും, ഞാൻ നിലകൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്, ഞാൻ നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടിയ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആവേശവും ആത്മാഭിമാനവുമാണ്. ആ അഭിമാനത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. അത് എവിടെയും കൊണ്ട് പണയം വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്, കഴിഞ്ഞ ടൈമിൽ നിന്നതിൻ്റെ ആ ഒരു ജനങ്ങളുമായി ഇടപഴകിയ ആ ഒരു സൗഹൃദം ഈ കുറി വോട്ടായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിലേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കാൻ പറ്റുമോ? ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാ ജനങ്ങൾക്കും അവരുടേതായ ഒരു കക്ഷി രാഷ്ട്രീയമുണ്ട്, 100%. ഞാൻ ആ രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ചിന്തിക്കുന്നത്. അതിൽ സമാനമായി നമുക്ക് ഇടപെടാനും ചിന്തിക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കാൻ എനിക്ക് 5 വർഷം കൊണ്ട് സാധിച്ചു എന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് ഏതെങ്കിലും ഒരു കൊടിയുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് സംസാരിക്കുക, ഏതെങ്കിലും ഒരു കൊടിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാളോട് സംസാരിക്കാമെന്നുണ്ടായില്ല. ഇവിടെയുള്ള എല്ലാവരോടും സമാനമായി ഒരേപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള പ്രശ്നമാണ്, അതൊരു കായികപരമായിട്ടുള്ള കാര്യമല്ല. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയാണ്. ഈ നാടിനോട് മണ്ണിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ, കർഷകൻ്റെ നീറുന്ന വിഷയങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നീറുന്ന വിഷയങ്ങൾ, അതെല്ലാ കാലഘട്ടത്തിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ അത് ഇവിടെ പറയാൻ സാധിക്കും എനിക്ക് 100%.
ഈ കുറി നാട്ടികയുടെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായൊരു തരംഗമായിട്ട് വരുന്നു, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന മുൻ MLA-മാർ ആണ് ഇപ്പോൾ വ്യത്യസ്ത ചേരി എന്നുള്ള രീതിയിൽ കാണുന്നത്. അവരൊരു പാർട്ടിക്കാരായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയാണോ നമ്മൾ നിലനിൽക്കുന്നത്? അപ്പോൾ വ്യക്തിപരമായ താല്പര്യത്തിന് പ്രസ്ഥാനത്തെ ബലികഴിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നത് അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് UDF-ന് അനുകൂലമാകും. ഇവിടെ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ പ്രചരണത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ മുഴുവൻ ഞാൻ ഏറ്റുപിടിച്ചേനെ. 100% ഉറപ്പാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കില്ലാതെ 9 വർഷമായി പാർട്ടിയിൽ വേറെ സ്ഥാനമാനങ്ങളില്ല. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല, ഒരു സ്ഥാനമാനങ്ങളില്ല. പക്ഷെ 9 വർഷക്കാലമായി എനിക്കൊരു പ്രയാസവും സംഭവിച്ചിട്ടില്ല. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ നാട്ടിലൂടെ കടന്നുപോയത്. എല്ലാ പരിപാടിയിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടിയിൽ കൂടുതൽ, പ്രത്യേകിച്ച് ജനപ്രതിയാവുന്ന ആളുകൾ കുറച്ചുകൂടെ ആക്സസിബിളാണ്. പക്ഷെ നമുക്ക് എത്താൻ പറ്റാവുന്ന മേഖലയിൽ നമ്മൾ സജീവമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തമുള്ള ജനപ്രതികളായിരുന്ന ആളുകൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാറിപ്പോകുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു സർക്കാരിൻ്റെ ദുർഭരണം ജനം ചോദ്യം ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. ജനത്തിനെ സംബന്ധിച്ച് പൊറുതിമുട്ടിയ ജനമാണ്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രണ്ടാം സർക്കാർ എന്ന് പറയുന്നത് സാധാരണ പതിവല്ലായിരുന്നു. പക്ഷെ എന്തോ സാഹചര്യത്തിൽ സംഭവിച്ചു പോയി. പക്ഷെ ജനം ഇന്ന് അതിനെ ആ ഒരു സംഭവത്തെ, ആ ഒരു തെറ്റിനെ എത്ര ആണ് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത്. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള, സംസ്ഥാന ഭരണത്തിലുണ്ടായിട്ടുള്ള കെടുതികൾ ജനം തിരിച്ചറിയുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടും. നാട്ടികയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലാവരും സംസാരിക്കും. സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒളിച്ചോടിപ്പോയി. അത് യാഥാർത്ഥ്യമാണ്. അതിലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് BJP പറയുകയാണ്. പക്ഷേ കേരളത്തിൽ സ്ഥിതി എന്താണ്? കോൺഗ്രസ് സർക്കാർ വരാൻ നിൽക്കുകയാണ്. 100-ലധികം സീറ്റുകൾ കിട്ടാൻ പോവുകയാണ്. നാട്ടിക പോലെയുള്ള സീറ്റുകളിൽ വലിയ മാറ്റം വരാൻ പോകുന്നു എന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. നാട്ടിക കേരളം മാറുന്നതോടൊപ്പം മാറും എന്നുള്ളത് അത് ഉറപ്പാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. പ്രചരണത്തിൻ്റെ രംഗം കൊഴുപ്പിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തണം. എങ്ങനെയാണ് പ്രചരണത്തിൻ്റെ ഓരോ കാര്യങ്ങളും? എന്നെ സംബന്ധിച്ച് 5 വർഷക്കാലം ഇവിടെ നിന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷെ പ്രചരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രചരണമാണ്. ആ പ്രചരണത്തിന് ഞങ്ങൾക്ക് ചെറിയ ഒരു അമാന്തം സംഭവിച്ചത്, ഇവിടെ നിലവിലെ MLA രാജിവെച്ചിട്ട് ഞങ്ങളുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു UDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പോൾ ആശങ്കപ്പെട്ട പാർട്ടി പ്രവർത്തകർ ധാരാളമുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ പ്രതിഷേധം അറിയിച്ചു. അങ്ങനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം കടുത്ത പ്രതിഷേധം സംസ്ഥാന നേതാക്കളോട് പറഞ്ഞു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പുള്ളിയെ മാറ്റിയെടുത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ആശങ്ക വന്നപ്പോൾ കൈപ്പത്ത് ചിഹ്നം പൊട്ടിക്കേണ്ട സ്ഥലത്ത് അതിന് അമാന്തം സംഭവിച്ചു എന്നുള്ളതാണ്. അത് കാരണം ഞങ്ങൾക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ നികത്തും. അത് ഇനി 2-3 ദിവസങ്ങളിൽ ഞങ്ങൾ ദ്രുതഗതിയിൽ, വേഗതയിൽ, അമിതമായ സ്പീഡിൽ ഞങ്ങൾ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകും. പ്രചരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ന് എൻ്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചെറുപ്പക്കാരായ ആളുകൾ ഈ റോഡ് ഷോയിൽ വരുന്നത്, എന്നെ വിളിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തുടക്കമാണ്. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. പ്രിയപ്പെട്ട നാട്ടികയുടെ വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വളരെ വിനീതമായി നാട്ടികയിലെ പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാർ, മുതിർന്ന ആളുകൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാർ, എല്ലാവരോടും എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ നാട് സ്മാർട്ടാകണം. ഒരു സ്മാർട്ട് നാട്ടിക ഉണ്ടാകണം. അതിനെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു അവസരമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പല അവസരങ്ങൾ പല ആളുകൾക്ക് ലഭ്യമാക്കി കൊടുത്തു. ആ അവസരങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത്
ഉറപ്പായതാണ് നമുക്ക്. അതുകൊണ്ട് ഒരു 5 വർഷത്തെ കാലയളവ്, ഈ 5 വർഷം പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും വരാനും കാണാനും നിങ്ങളെയൊക്കെ കണ്ടു. പലവരും കാണാൻ സാധിച്ചിട്ടുണ്ട്, ചില ആളുകൾ കാണാനും സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും 5 വർഷക്കാലം ഞാനിവിടെ നിന്നു എന്നുള്ളതാണ്. ഒരു MLA ഒരാൾക്ക് പോലും ഇത്ര സമയം ഇവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അത് വല്ലാതൊരു ആത്മവിശ്വാസമാണ്. നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെ കാണുന്ന സമയത്ത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയാണ് എൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എനിക്കുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നല്ല ദിനങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഒരു സ്മാർട്ട് നാട്ടിക നമുക്കുണ്ടാകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാട്ടികയുടെ മണ്ണിൽ ഒരു പ്രാവശ്യം ഒരു അവസരം തരൂ എന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞതുപോലെ തന്നെ യുവത്വമാണ്. സുനിൽ ലാലൂരിനെ സംബന്ധിച്ച് നാട്ടികക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യകതയൊന്നുമില്ല. ഇനിയുള്ള ദിവസങ്ങൾ തീവാറുന്ന ഒരു പോരാട്ടത്തിനായിരിക്കും നാട്ടിക സാക്ഷ്യം വഹിക്കുക. ടീം മീഡിയ 4 UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരുന്ന സുനിൽ ലാലൂരിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു ജോബി. താങ്ക് യു മീഡിയ 4. തീർച്ചയായും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നതോടൊപ്പം തന്നെ നാട്ടികയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ വിശേഷങ്ങളും ഞങ്ങളും പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു.